എൻ്റെ പേര് ഫാദർ ആൻ്റണീസ് സേവ്യർ എന്നാണ്. ഞാൻ വേളാങ്കണ്ണി മാതാ കടപ്പുറം ദേവാലയത്തിലെ വികാരി അച്ഛനാണ്. ഇവിടെ ഞങ്ങൾ നിരാഹാര സമരം തുടങ്ങിയിട്ട് ഇന്ന് 50-ാം ദിനമാണ്. പാവപ്പെട്ട 610 കുടുംബങ്ങൾക്ക് വേണ്ടിയാണ് ഈ നിരാഹാര സമരം നമ്മൾ നടത്തുന്നത്. സാധാരണക്കാർ, മത്സ്യത്തൊഴിലാളികൾ, നൂറ്റാണ്ടുകളായിട്ട് ഇവിടെ വസിക്കുന്നവർ, ഇവിടെ ഉണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ 1960 മുതൽ പല രീതികളിൽ സമരങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആദ്യമായിട്ട് 1950-ൽ സിദ്ദീഖ് സേദ് എന്ന വ്യക്തി ഇവിടെ വന്ന് ഈ സ്ഥലം നേരത്തെ പാട്ടത്തിനെടുക്കുകയും അതിനുശേഷം 1950-ൽ ഈ സ്ഥലം ഫറൂഖ് കോളേജിന് വഖഫായിട്ട് നൽകുകയാണെന്നാണ് ആധാരത്തിൽ കാണുന്നത്. എന്നാൽ ഒരു വഖഫ് ആധാരം എന്ന് പറയുന്നത് എപ്പോഴും അതിൽ കണ്ടീഷൻസ് പാടില്ല. വഖഫ് എന്നെങ്കിൽ ദൈവത്തിന് കൊടുക്കുക, പെർമനൻറ്റ് എന്നൊക്കെയാണ് എൻ്റെ അർത്ഥം. അപ്പോൾ ഈ ആധാരത്തിൽ ക്രയവിക്രയ അധികാരത്തോടു കൂടിയാണ് ഫറൂഖ് കോളേജിന് ഇത് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഒരിക്കലും വഖഫ് ഭൂമി ആകുന്നില്ല. ഇവിടുത്തെ സാധാരണ മത്സ്യത്തൊഴിലാളികൾ അവർ ഈ സ്ഥലത്തിന് വേണ്ടി കുടിയാന്മാരായിട്ട് പോരാട്ടം നടത്തുകയും കോടതിയിൽ ചെല്ലുകയും എന്നാൽ അവസാനം കോടതി വിധി അനുസരിച്ച് ഈ സ്ഥലം ഫറൂഖ് കോളേജിൻ്റെതാണെന്ന് മനസ്സിലാക്കി 1993 മുതൽ 98 വരെ അവർ പണം കൊടുത്ത് വാങ്ങിച്ച ഭൂമിയാണിത്. 2021 ഡിസംബർ വരെ ഒരു പ്രശ്നവുമില്ലാതെ ഇവരുടെ ഉടമസ്ഥാവകാശത്തിലൊരു ഭൂമി അവർ വിൽക്കുകയും വാങ്ങുകയും അതോടൊപ്പം തന്നെ ബാങ്കുകളിൽ ഈടായിട്ട് നൽകുകയും ലോൺ എടുക്കുകയും ചെയ്തിരുന്ന ഭൂമി 2022 ജനുവരിയിൽ ഇത് അവരുടേതല്ല, വഖഫ് ബോർഡിൻ്റെതാണെന്ന് അറിഞ്ഞപ്പോൾ വളരെ ഏറെ ആശങ്കയിലും അതോടൊപ്പം തന്നെ എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായ അവസ്ഥയിലായി. അതിനുശേഷം ഞങ്ങൾ ഒരു ഭൂസംരക്ഷണ സമിതി രൂപീകരിച്ചു. ഇവിടെ ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ചാണ് ഈ സംരക്ഷണ സമിതി രൂപീകരിക്കുകയും അതിനുശേഷം രാഷ്ട്രീയ നേതാക്കളെ ചെന്ന് കാണുകയും MLA അതുപോലെ മറ്റു മന്ത്രിമാർ, മുഖ്യമന്ത്രി ഇവരെല്ലാവരും ചെന്ന് കണ്ട് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം അന്വേഷിച്ചപ്പോൾ കാര്യമായിട്ടൊന്നും തന്നെ നടന്നില്ല. അങ്ങനെ അവസാനം 2024 സെപ്റ്റംബർ 27-ാം തീയതി രൂപതയുടെ സഹായത്തോടു കൂടി KLCയുടെ സഹായത്തോടു കൂടി ഞങ്ങൾ എറണാകുളം വഞ്ചി സ്ക്വയറിൽ ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം നടത്തുകയുണ്ടായി. അതിനുശേഷം ഒരാഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഒരു ശ്രദ്ധ ക്ഷണിക്കൽ സമരം ചെറായി ജംഗ്ഷനിൽ വെച്ച് SNDPയുടെ സഹായത്തോടുകൂടി നടത്തുകയുണ്ടായി. അതിനുശേഷമാണ് ഈ നിരാഹാര സമരം പള്ളിയുടെ മുറ്റത്ത് തന്നെ ഞങ്ങൾ ആരംഭിച്ചത്. നിരാഹാര സമരത്തിലൂടെ, സമാധാന സമരത്തിലൂടെ നമ്മൾ ഞങ്ങളുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുക ചിന്തയോടുകൂടിയാണ് ഞങ്ങളിത് ആരംഭിച്ചത്. ക്രൈസ്തവരും ഹൈന്ദവരും ഒരുമിച്ച് ഒരു സമരപ്പന്തലിരുന്നു കൊണ്ടാണ് ഈ സമരം നടത്തുന്നത്. ഒത്തിരിയേറെ സഭാ നേതാക്കളുടെയും പല ഇടവകളുടെയും സംഘടനകളുടെയും പിന്തുണ ഇപ്പോഴും ഞങ്ങൾക്കുണ്ട്. വളരെ ദൂരെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വന്ന് ഞങ്ങളോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഈ സമരത്തിൽ ഞങ്ങളോട് കൂടി പിന്തുണ നൽകുകയും ചെയ്യുന്ന ഒത്തിരി പേർ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇത് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. സ്വന്തം സ്ഥലം നഷ്ടപ്പെടുമോ എന്ന ആശങ്ക എപ്പോഴുമുണ്ട്. ഈ വഖഫ് എന്ന നിയമം തിരിച്ചറിഞ്ഞപ്പോൾ അതിന് ലിമിറ്റേഷൻ ഇല്ല. എപ്പോൾ വേണമെങ്കിലും നമ്മുടെ സ്ഥലം പിടിച്ചെടുക്കാനുള്ള ഒരു അവകാശം, അനുവാദവും അവർക്ക് നിയമം തന്നെ നൽകുകയാണ്. പ്രത്യേകമായിട്ട് 1995-ലെ സെക്ഷൻ 40 ആണ് it is presumed to believe that property is വഖഫ് property, they can claim it. എന്നിട്ട് പിന്നെ പ്രൂവ് ചെയ്യേണ്ട ആവശ്യം അവർക്കല്ല, നമ്മളാണത് വഖഫ് പ്രോപ്പർട്ടി അല്ലെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഈ ഒരു അവസ്ഥയിലാണ് ഞങ്ങൾ നിയമപോരാട്ടം നടത്താൻ തുടങ്ങിയത്. കോടതിയിൽ കേസുകളുണ്ട്. അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുമായിട്ട് ചർച്ച ചെയ്യുകയാണ്. അവസാനമായിട്ട് മുഖ്യമന്ത്രി ഒരു ജുഡീഷ്യൽ കമ്മീഷനെ നിയമിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ കമ്മീഷൻ 3 മാസത്തിനുള്ളിൽ ഒരു നിയമ ഉപദേശം മുഖ്യമന്ത്രി ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് നൽകുകയും അതോടൊപ്പം തന്നെ ഒരു ശാശ്വത പരിഹാരം കണ്ടെത്താനാണ് ഇപ്പോൾ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. ഏതായാലും ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഞങ്ങളുടെ നിയമവകാശങ്ങൾ, അത് റവന്യൂ അവകാശങ്ങൾ കിട്ടുന്നത് വരെ, അവസാനം ഞങ്ങളുടെ ഭൂമി വഖഫിന് രജിസ്റ്ററിൽ നിന്ന് മാറ്റി കിട്ടുന്നത് വരെ ഈ സമരം ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. ഈ സമരത്തിൽ എല്ലാവരുടെ പിന്തുണയുണ്ട്. പ്രത്യേകമായിട്ട് ഹൈന്ദവ സഹോദരങ്ങൾ എപ്പോഴും നമ്മുടെ കൂടെ വന്ന് എല്ലാ ദിവസവും നിരാഹാര സമരം ഇരിക്കുകയും അതോടൊപ്പം തന്നെ ഒരുമിച്ച് ഐക്യത്തോടു കൂടിയാണ് ഈ സമരം ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഭീഷണിയൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ പല അവസരങ്ങളിലും
പോലീസ് എപ്പോഴും വന്ന് നമ്മളോട് സൂക്ഷിക്കാൻ പറയാറുണ്ട്. എന്തായാലും അവരുടെ ഇൻ്റലിജൻസ് എപ്പോഴും ഇവിടെ പള്ളിയുടെ മുറ്റത്ത് എപ്പോഴും ഉണ്ട്. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അവരിവിടുന്ന് മാറിയിട്ടില്ല. 24 മണിക്കൂറുകളും രാത്രി പോലും അവരുടെ വണ്ടി ഇവിടെ രാത്രി സമയങ്ങളിൽ ഉണ്ടായിരുന്നു. എപ്പോഴും ഒരു സെക്യൂരിറ്റി നൽകാനായിട്ട് അവരെപ്പോഴും കൂടെയുണ്ട്. പക്ഷെ പള്ളിയുടെ മുറ്റത്തായതുകൊണ്ട് വേറെ ഒരു രീതിയിലും നമുക്കൊരു ഭീഷണിയോ ഒരു ഭയമോ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതെങ്കിൽ പലപ്പോഴും ചാനൽ ചർച്ചകളും മറ്റുള്ള മീഡിയയാണെങ്കിൽ ചില സമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് വളരെ തെറ്റായിട്ടായിരുന്നു. അതിലൊന്ന്, ഞങ്ങൾ ഇവിടെയുള്ള റിസോർട്ടുകളുടെ ബിനാമിയായിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ഞങ്ങൾക്ക് വേണ്ടിയല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയാണ് സമരം ചെയ്യുന്നത് ചില സമയങ്ങളിൽ പത്രങ്ങളിലും അതുപോലെ തന്നെ മീഡിയയുടെ ചർച്ചകളിലും വന്നിരുന്നു. അത് യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അവർ ചെയ്യുന്ന ഒരു കാര്യമാണ്. രണ്ടാമതായിട്ട് ചില ചാനലുകൾ റിപ്പോർട്ട് ചെയ്തത് ഇത് ചുരുങ്ങിയ ചില റിസോർട്ടുകളുടെ പ്രശ്നം മാത്രമായിരുന്നു, അവർക്ക് മാത്രം നോട്ടീസ് ലഭിച്ചിട്ടുള്ളൂ, ബാക്കിയുള്ള സാധാരണ 610 കുടുംബങ്ങളുടെ പ്രശ്നമല്ല എന്ന രീതികളും ചിലർ എഴുതുകയുണ്ടായി. പക്ഷെ അതൊന്നും സത്യമല്ല. ആ രീതികൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ചെറിയൊരു വിഷമവും സങ്കടവും ഉണ്ടായത്. പറയാനുള്ളത്, നമ്മൾ ഒരു മതത്തിന് എതിരല്ല, നമ്മൾ ആകെ എതിരായിട്ടുള്ളത് ഈ വഖഫ് എന്ന നിയമത്തിനെതിരാണ് മാത്രം. അതെങ്കിൽ ഈ ഒരു നിയമം ആദ്യം നമ്മൾ നോക്കുന്നത് 1913, അതിനുശേഷം 1923 ബ്രിട്ടീഷുകാരുടെ കാലത്ത് രണ്ട് മുസൽമാൻ ആക്ട് എന്നുണ്ടായിരുന്നു. ആ ആക്റ്റാണ് 1950 ആദ്യമായിട്ട് ആധാരം എഴുതപ്പെട്ടപ്പോൾ നമ്മൾ നോക്കേണ്ടത്. പക്ഷെ അതിൽ പോലും കൃത്യം പറയുന്നുണ്ട് ഈ വഖഫ് കൊടുക്കുന്നത് എപ്പോഴും കണ്ടീഷനോടുകൂടി കൊടുക്കാൻ സാധിക്കില്ലെന്ന്. പക്ഷേ 1995, 2013 വന്ന ഭേദഗതികളിൽ വഖഫിന് കൂടുതൽ അധികാരം കൊടുക്കുകയും മാത്രമല്ല ഏതൊരു സ്ഥലവും പിടിച്ചെടുക്കാൻ അധികാരം കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന് തന്നെ എതിരായ രീതിയിലാണ് നമ്മൾ കാണുന്നത്. അതെങ്കിൽ വഖഫ് നിയമത്തിന് ഒരു സൂപ്പർ പവർ ഉള്ളതുപോലെയാണ്. അപ്പോൾ ആ രീതിയിൽ പോയി കഴിഞ്ഞെങ്കിൽ മുനമ്പം എന്ന് പറയുന്നൊരു സാമ്പിളാണ്. അതെങ്കിൽ ഈ മുനമ്പം ആർക്ക് വേണമെങ്കിൽ സംഭവിക്കാം. എത്ര വർഷങ്ങളാണ് ഞങ്ങൾ ഒരു വ്യക്തി ഒരു സ്ഥലം വാങ്ങിക്കുകയും പണം കൊടുത്ത് വാങ്ങിക്കുകയും സ്വന്തമായിട്ട് ഉപയോഗിക്കുകയും 50 or 100 വർഷങ്ങൾക്ക് ശേഷം വഖഫ് ആരെങ്കിലും അത് ചെയ്തിട്ടുണ്ടെന്ന് വഖഫ് ബോർഡിന് അത് എടുക്കാനുള്ള ഒരു അവകാശം അതുപോലെ തന്നെ അധികാരം അവർക്ക് ഉള്ളത് കൊണ്ട് ഈ മുനമ്പം എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും സംഭവിക്കാം. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കി കഴിയുമ്പോൾ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടമാണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ എല്ലാവരും ഞങ്ങൾക്കൊന്ന് പിന്തുണ നൽകുകയാണ്. ഏകദേശം 25 മെത്രാന്മാരുടെ അടുത്ത് ഇവിടെ വന്നിട്ടുണ്ട്. അതും വെറും 2 ആഴ്ചകൾക്കുള്ളിലാണ് ഇത് സംഭവിച്ചത്. നമ്മുടെ സഭയുടെ സീറോ മലബാർ, സീറോ മലങ്കര, ലാറ്റിൻ മാത്രമല്ല, ഇതിൽ ആദ്യമായിട്ടാണ് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങൾ കടന്നു വന്നത്. അതോടൊപ്പം തന്നെ പെന്തക്കോസ്ത സഭകളും കടന്നു വന്നു. അതൊക്കെ സൂചിപ്പിക്കുന്നത് നമ്മളൊന്നും തനിച്ചല്ല. നീതിക്ക് വേണ്ടി നമ്മൾ പോരാടുമ്പോൾ ക്രൈസ്തവരെല്ലാവരും ഒരുമിച്ച് വന്നത് ഈ ഒരു സമരത്തിൽ മാത്രമാണ് ഞാൻ കാണുന്നത്. മറ്റുള്ള സമരങ്ങളിൽ ഇത്രയും ഒരു പാർട്ടിസിപ്പേഷൻ എവിടുന്ന് കണ്ടില്ല. ഞങ്ങൾ ആരെയും ക്ഷണിച്ചതല്ല, പക്ഷെ അവർ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ പാവപ്പെട്ടവരുടെ കൂടെ ആയിരിക്കണമെന്ന ചിന്തയോടുകൂടി അങ്ങനെ പല വിഭാഗങ്ങളും ക്രൈസ്തവ വിഭാഗങ്ങളും എല്ലാവരും തന്നെ ഒരുമിച്ച് വന്ന് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ ഹൈന്ദവ സംഘടനകളും പല സംഘടനകളും ഒരുമിച്ച് വന്ന് അവരും ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇതൊക്കെ കാണിച്ചിരുന്നത് മനുഷ്യനിൽ മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെല്ലാവരും ഒന്നാണ്, നീതിക്ക് വേണ്ടി നമ്മൾ പോരാടണം, മനസാക്ഷി ഉള്ളവരാണ്. ഏതോ ഇന്ത്യയുടെ വളർച്ചയിൽ പ്രത്യേകമായിട്ട് നമ്മുടെ ഭരണഘടനയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ 75 വർഷങ്ങളായിട്ട് നമ്മൾ ഈ ഭരണഘടന ഉയർത്തിപ്പിടിക്കുമ്പോൾ ഇന്ത്യ ഒരു സെക്കുലർ രാജ്യമാണ്. ഒരു മതേതരത്വം നമുക്ക് എപ്പോഴും വേണം. അപ്പോൾ അതിന് പിന്തുണ നൽകാനാണ് ഇവരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. ഇതിൻ്റെ അവസാനം കാണുന്നത് ഇത് ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ ഈ പോരാട്ടം ഞങ്ങൾ മുന്നോട്ട് തന്നെ കൊണ്ടുപോകും. അതിനിടയ്ക്കുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ച നടത്തിയിരിക്കുന്നതും ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വെച്ചിരിക്കുന്നതും. പക്ഷേ അത് നീണ്ടുപോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സമരം ഞങ്ങൾ നിർത്തുന്നില്ല. പലപ്പോഴും സമരം നിർത്താനായിട്ട് ആവശ്യപ്പെട്ടെങ്കിലും ഞങ്ങൾ നിർത്താതെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ളൊരു കാരണം നമ്മൾ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നവരെ ഇത് ആളിക്കത്തണം. മാത്രമല്ല അത് കത്തുന്തോറും പല സ്ഥലങ്ങളിൽ നിന്നും പല ഇടവകളിൽ നിന്നും പല
സംഘടനകളിൽ നിന്നും സപ്പോർട്ട് വരാൻ തുടങ്ങി. ആ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വരുന്നതല്ല, മറിച്ച് അവരുടെ ഇടവകളിൽ, അവരുടെ സ്ഥലങ്ങളിൽ ഈ കഴിഞ്ഞ ആഴ്ച ക്രിസ്തുരാജ തിരുനാൾ ആഘോഷിച്ച മിക്ക ഇടവകളിലും ഈ മുനമ്പം ഇഷ്യൂ ഒരു കാര്യമായി കൊണ്ടുവന്നിട്ട് പ്ലക്കാർഡുകളും അവരുടെ ക്രിസ്തുരാജിന് വേണ്ടി ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഒരു കാര്യം അവിടെ പല സ്ഥലങ്ങളിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല ഈ കഴിഞ്ഞ ആഴ്ചയിൽ KCYM ചില ഇടവകളിൽ അവർ 24 മണിക്കൂർ നിരാഹാര സമരം ഇരുന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ പല ഇടവകളിലും അവർ ഇതിനു വേണ്ടി, മുനമ്പത്തിന് വേണ്ടി ഒരു ജാഥ, ഒരു റാലി നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൂചിപ്പിക്കുന്നത് ഓരോരുത്തരുടെ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ, അവരെ ഇടവകളിൽ നിന്ന് തന്നെ, അവരവരുടെ സ്ഥലങ്ങളിൽ നിന്ന് തന്നെ ഈ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും അതോടൊപ്പം തന്നെ അവർ പിന്തുണ നൽകുകയും അതിൻ്റെ ഫോട്ടോസ് അയച്ചു തരുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് കൂടുതൽ ഊർജം കിട്ടുകയാണ്. കഴിഞ്ഞ വർഷം ക്രിസ്മസ് വളരെ മനോഹരമായിട്ട് ഇവിടെ ആഘോഷിച്ചിരുന്നു. എല്ലാ വർഷവും എല്ലാ ദേവാലയങ്ങളുള്ളതുപോലെ പല കോമ്പറ്റീഷൻസും, പ്രത്യേകമായിട്ട് ക്രിബ് കോമ്പറ്റീഷൻ, സ്റ്റാർ കോമ്പറ്റീഷൻ, അതുപോലെ പല അലങ്കാരങ്ങളും പള്ളിയിൽ ചുറ്റിലും നമ്മളൊരു ക്രിസ്മസിൻ്റെ സന്തോഷത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ എപ്പോഴും ഉണ്ടായിരുന്നു. പക്ഷേ ഈ വർഷം ക്രിസ്മസിനെ കുറിച്ച് ഇപ്പോൾ തന്നെ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി. തീർച്ചയായിട്ടും ആ ഒരു വലിയ ആർഭാടങ്ങൾ ചിലപ്പോൾ ഉണ്ടായെന്ന് വരികയില്ല. പക്ഷേ എല്ലാവരും മനസ്സിൽ ഇത് അടുത്ത ക്രിസ്മസ് മുമ്പെങ്കിൽ ഈ പ്രശ്നം തീരുമോ എന്നൊരു ചിന്തയാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസം മുമ്പ് ഒരു രാഷ്ട്രീയ നേതാവ് വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇതാണ്: ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും നിരാഹാരത്തിലായിരിക്കുമോ? കാരണം അദ്ദേഹം ചോദിച്ച ചോദ്യം അതാണ്. കാരണം എല്ലാവരും അവരുടെ വീടുകളിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ഇവിടെ ഒരു കൂട്ടർ നിരാഹാരം ഇരിക്കുന്ന അവരുടെ നീതിക്ക് വേണ്ടി ചിന്ത വരുമ്പോൾ തീർച്ചയായിട്ടും പലരുടെ മനസ്സിനെ അത് വേദനിപ്പിക്കും എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങളാണെങ്കിലും ഞങ്ങളുടെ സമരത്തെ നിർത്താൻ ആഗ്രഹിക്കുന്നില്ല, തുടർന്നുകൊണ്ട് തന്നെ പോകും. ക്രിസ്മസിന് അന്ന് തന്നെ ആണെങ്കിലും നിരാഹാരം ഇരിക്കുന്ന കുറച്ച് പേര് തീർച്ചയായിട്ടും ഇവിടെ ഉണ്ടാകും. അതോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പലരും അവരുടെ ഭവനങ്ങളിലോ വീടുകളിലോ സ്ഥലങ്ങളിലോ മൗനമായിട്ട് അവരിതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കാം.